ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരാളുടെ പ്രണയമാണ്. ഉണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും ഇല്ല. ആ കള്ളച്ചിരിയാണ് മുഖത്ത്. ഈ മന്ത്രവല്ലരി പൂച്ചൂടി വരും സുന്ദരേ മന്ദരാത്രി ഭാവം ഏതോ താളം മുഖരാഗാനാലാപം ഈ ധ്വനിമണിയും. ശിവന്റെ പിറവിയില് രണ്ട് കണ്ണിനും കാഴ്ചയില്ല. രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത ഇവിടെ വന്ന് നിന്ന് ഈ അതിന്റെ സ്റ്റാർട്ടിങ്ങില് 2 പ്രാവശ്യം അവ കൊടുത്ത് കിട്ടിയില്ല. 3ാമത്തെ പ്രാവശ്യം കൊടുത്തപ്പോ അവന് കിട്ടി, ഐഡിയ കിട്ടി. ഒരു 5 മാസം പാടിയ. ഞാൻ നന്നായിട്ട് പാട്ട് പാടുമായിരുന്നു. എനിക്ക് പാട്ട് പാടാൻ നന്നായിട്ട് പാട്ട് പാടാനും അറിയാമായിരുന്നു. പക്ഷെ എനിക്കിപ്പോ പാട്ട് പാടാൻ അത്ര ഏതമില്ല. പാട്ട് പാടാൻ നമുക്ക് ഒക്കത്തില്ല. ശരിയായി വരുന്നുണ്ട്. ശരിയാകുമ്പോൾ ശരിയായി വന്നോണ്ട് ശ്വാസം മുട്ടെല്ലാം കളവും. ഇതിന്റെ ഇടയ്ക്ക് വെച്ച് അവനെ ശ്രീകണ്ഠൻ നായര് വിളിച്ചു. നമ്മുടെ ഇന്നിവിടെ വന്ന് നിൽക്കുന്നത് അഞ്ചൽ, ആലഞ്ചേരി, കരുകോൺ, പുഞ്ചക്കോണം എന്ന സ്ഥലത്താണ്. നമ്മള് ഒരു വ്യക്തിയെ കാണാൻ പോവുകയാണ്. 2009 സീസൺ 4 ഐഡിയ സ്റ്റാർ സിംഗിളിൽ കാഴ്ചപരിമിതികൾ ഉണ്ടായിട്ടും ജനഹൃദയങ്ങളിലേക്ക് സംഗീതം കൊണ്ട് ഇറങ്ങിച്ചെന്ന ഷിബുവിന്റെ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ എത്തിച്ചേർന്നത്. നമസ്കാരം ശിവചേട്ടാ. എന്റെ പേര് സജി. ഞാന് ജെ ടീംസ് യൂട്യൂബ് ചാനലിൽ നിന്ന് വന്നതാണ്. ശിവചേട്ടനെ അന്വേഷിച്ച് ഞാൻ അവിടെ അങ്ങനെ അന്വേഷിച്ചാണ് എത്തിയത്. ഒരുപാട് കഷ്ടപ്പെട്ട് പലർക്കും ചോദിച്ചാണ് ഈ വീട് കണ്ടെത്തിയത്. ഐഡിയ സ്റ്റാർസിംഗിൽ ഇറങ്ങിയതിനു ശേഷം ഷിബുവിന് എന്താ സംഭവിച്ചതെന്ന്, ഷിബുവിന്റെ ജീവിതത്തിൽ എന്താ സംഭവിച്ചതെന്ന് പ്രേക്ഷകർക്ക് അറിയത്തില്ല, എനിക്കും അറിയത്തില്ല. പക്ഷെ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് ഷിബുവിന് പ്രേക്ഷകരോടൊന്ന് അത് പറയാൻ പറ്റും. അതായത് ഐഡിയ സ്റ്റാർസിംഗിൽ സീസൺ 4 ഞാൻ വന്നത്. അത് 2009 അതിനുശേഷം പിന്നെ ഒരു 2013 വരെ എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു. നമ്മൾ ഇഷ്ടംപോലെ സ്റ്റേജുകളിൽ പാടിയിട്ടുണ്ട്. ഇഷ്ടംപോലെ പിന്നെ നമ്മൾ പരിപാടിക്കൊക്കെ നടക്കുകയായിരുന്നു. അതായത് ഈ 2009 ഒരുപാട് ആൾക്കാർ സഹായിച്ചിട്ടുണ്ടായിരുന്നു. പാടുന്നതിനായിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ സീസൺ 4 പാടിയതിനു ശേഷം ഒരുപാട് പിന്നെ സ്റ്റേജുകളിലൊക്കെ ഇങ്ങനെ പോയി നിൽക്കുന്ന സമയത്താണ് നമുക്ക് ഒരു 2013 സമയത്താണ് എനിക്ക് തളർച്ച ഉണ്ടാകും. ഈ തളർച്ച ഉണ്ടായപ്പം ഒരു 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 2-3 ആഴ്ച ഒരു മാസത്തോളം ഈ മെഡിക്കൽ കോളേജിലായിരുന്നു. മെഡിക്കൽ കോളേജിൽ അങ്ങനെ ചികിത്സ ചെയ്തതിന് ശേഷം പിന്നെ വീട്ടിൽ വന്നു. ഷിബു അമ്മയല്ല ഉള്ളു ഇവിടെ? അമ്മച്ചി ഞാൻ മാത്രമേ ഉള്ളൂ. ശരി ശരി. അമ്മ ഇങ്ങോട്ട് വിളിക്കാം. ഷിബുവിനെ പറ്റി അറിയാവുന്നത് ഏറ്റവും കൂടുതൽ അമ്മയ്ക്കല്ലേ? അമ്മയെന്ന് വിളിക്കാം. അമ്മച്ചിയെ വിളിച്ചാൽ മതി. അമ്മച്ചിക്ക് ഏറ്റവും കൂടുതൽ പറയാൻ പറ്റും. അമ്മ, ഷിബുവിന്റെ അമ്മ വന്നിട്ട് വരാമോ? അമ്മ, ഷിബുവിനെ പറ്റി അമ്മയ്ക്കല്ലേ കൂടുതൽ അറിയാമോ? അമ്മയ്ക്ക് പറയാമോ ഷിബുവിനെ പറ്റി എങ്ങനെയൊക്കെയാണ്? ഷിബുവിനെ പറ്റി പറയാൻ എനിക്ക് അറിയാം. ഷിബുവിന്റെ പിറവിയില് 2 കണ്ണിനും കാഴ്ചയില്ല. 2 കണ്ണിനും കാഴ്ചയില്ലാത്ത. അങ്ങനെ പിന്നെ ഈ വർക്കല എഴുതി പഠിച്ച് തിരുവനന്തപുരത്ത് 10ാം ക്ലാസ് വരെ പഠിച്ച് അവിടുന്ന് 10 കഴിഞ്ഞ് പരീക്ഷ എഴുതിയപ്പോ തോറ്റ്. അങ്ങനെ ഇവിടെ വന്ന് നിന്ന് അവിടെ പാട്ടുകളൊക്കെ പഠിച്ചു. അങ്ങനെ ഇവിടെ വന്ന് നിന്ന് ഈ അതിന്റെ സ്റ്റാർട്ടിങ്ങില് 2 പ്രാവശ്യം അവ കൊടുത്ത് കിട്ടിയില്ല. 3ാമത്തെ പ്രാവശ്യം കൊടുത്തപ്പോ അവന്
കിട്ടി, ഐഡിയ കിട്ടി. അതിന് ഒരു 5 മാസം പാടുകയും ചെയ്തു. അത് കഴിഞ്ഞ് 5 മാസം ആയപ്പോഴത്തേക്ക് അവന്റെ കണ്ണ് ഓപ്പറേഷത്തിന് എറണാകുളത്ത് നിന്ന് ഒരു സാറ് വിളിച്ചിരുന്നു, കണ്ണ് ഓപ്പറേഷന്. അങ്ങനെ അവിടെ പോയി ഫ്രീ ആയിട്ട് വണ്ടിക്കൂലിയും എല്ലാ ചെലവും അവിടെ ആയിട്ട് അവന്റെ ഒരു കണ്ണ് ഓപ്പറേഷൻ ചെയ്തു. പിന്നെ 3 മാസം കഴിഞ്ഞ് ഒരു കണ്ണും കൂടെ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെ വിളിച്ച് പോയപ്പോ സാറ് പറഞ്ഞു, പിന്നെ ശിശു അമ്മ ഈ ഒരു കണ്ണിന്റെ കാഴ്ച ഇത്രയും കിട്ടി, ചിലപ്പോ അറിയാൻ പറ്റത്തില്ല, ചിലപ്പോ അടുത്ത കണ്ണ് ചെയ്താൽ ചിലപ്പോ കിട്ടിയെന്നിരിക്കും, ചിലപ്പോ ഈ കിട്ടിയതും കൂടെ പോയെന്നിരിക്കും, ഞരമ്പിന്റെ പ്രശ്നമാണ് എന്ന്. അങ്ങനെ അമ്മയും ഞാനും അവന് ഞാൻ എന്തോ പറയുന്നു വെച്ച്. അന്നേരം ഞാൻ പറഞ്ഞു, പിന്നെ സാറേ ഇത്രയായിട്ടും ഈ പ്രായത്തിൽ ഇന്ന് വരെ എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല. എന്റെ 2 വയസ്സിൽ അവന്റെ അച്ഛൻ മരിച്ചതാണ്. ഇന്ന് വരെ ഒരു കണ്ണൂലോ ഓപ്പറേഷൻ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഈ ഉള്ള കാഴ്ച മതി. ഐഡിയ പാടാൻ പോയപ്പോഴും അവൻ 3-ാം മാസത്തിൽ അവന്റെ കണ്ണ് ഓപ്പറേഷൻ അവിടെ റെഡിയായി. അങ്ങനെ ഐഡിയ പാടാൻ പോയപ്പോ പാടി ഔട്ടായതല്ല. അമ്മ ജോലിക്ക് വല്ലതും പോകുന്നുണ്ടോ? ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്. പാടി ഔട്ടായതല്ല. അവനെ നമ്മളെല്ലാരും കൂടെ ചേർന്ന് എന്നെ ഔട്ടാക്കി. അന്ന് തന്നെ പാടിയന്റെ അന്ന് തന്നെ ഞങ്ങൾ എറണാകുളത്ത് പോവുകയും ചെയ്തു. അമ്മയുടെ ആഗ്രഹം പോലെ അമ്മയുടെ മകൻ ഷിബു പഴയതുപോലെ തിരിച്ചു വരും. അതുമാത്രമല്ല, നമ്മുടെ പ്രേക്ഷകരൊക്കെ ഇത് കാണുന്നുണ്ട്, ജനകോടികളാണ് കാണുന്നത്. തീർച്ചയായിട്ടും നല്ലൊരു വലിയൊരു ഗായകനായിട്ട് ഇനി തിരിച്ചു വരട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു. വളരെയധികം നന്ദി. വളരെ നന്ദി. എനിക്ക് അതിൽ കൂടുതലായിട്ട് എനിക്ക് ഒന്നും വേണ്ട, എനിക്ക് ഒന്നും വേണ്ട. കാരണം എനിക്ക് ഒരുപാട് പേര് എനിക്ക് എന്റെ മോന് സഹായിച്ചിട്ടുണ്ട്. ഈ സഹായിച്ചവരും 1000-500 ഒന്നും വെച്ച് അയക്കണ്ട, 1 രൂപ. ഈ സഹായിച്ചവര് 1 രൂപ, അല്ലാതെ അവര് 100 രൂപ 50 രൂപ പോലും 10 രൂപ പോലും അയക്കണം. സജി ഒരുവിധം പാടുമെന്ന് പറയുന്നു. അങ്ങനെ അത് സജി എനിക്കൊരു പാട്ട് പാടിപ്പോ. ഞാൻ വലിയ പാട്ടുകാരനൊന്നുമല്ല. ഞാൻ വേണേ ഷിബുവിന് വേണ്ടി മണിച്ചേട്ടൻ 4 വരി മതിയോ? ചെറുതായിട്ടൊന്ന് പാടിയാ മൂളിത്തരാം. ഓക്കെ. എന്റെ മോള് വലിയ മോളൊരു പെണ്ണായുള്ളില് തീയായി, ഒത്തിലിരിക്കണ പാമ്പും പുരക്കലെ പെണ്ണും ഒരുപോലെ, അത്തപ്പൂവത്തൊരു ചേലാണ് പെണ്ണു ചൂട്ടിച്ചെന്റെ മോളൊരു വല്യമ്മോ, പെണ്ണിന്റെ ചന്തം നടപ്പും കണ്ടന്റെ ഉള്ളുകിടുങ്ങണ് പകോത്തിയേ. അതുവരെ സന്തോഷമായോ? നമുക്ക് സന്തോഷം. പ്രിയ പ്രേക്ഷകരെ, ഇത്രയും നേരം നമ്മളോട് സഹകരിച്ച ഷിബുവിനും ഷിബുവിന്റെ അമ്മയ്ക്കും വളരെയധികം നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. നമസ്കാരം. ഇന്ദ്രവല്ലരി പൂച്ചൂടി വരും സുന്ദരഹേ മന്ദരാത്രി, എന്നെ നിന്മാറിലെ വനമാലയിലെ മന്ദാരമലരാക്കൂ, ഇവിടം വൃന്ദാവനമാക്കൂ.